ഹലോ ഹലോ. ഭാവി. എന്തോയി? എന്തോ എന്ത് വിളിച്ച്? എനിക്കെന്താ വിളിക്കാൻ പാടില്ലേ? അതല്ല, എന്താ വിളിച്ചെന്ന് ചോദിച്ചു പോയതാണേ. ചുമ്മാ വിളിച്ചതാ. അല്ല മോളെ, എനക്ക് അവിടെ ശരിക്കും എന്താ പണി? എനിക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ ചുമ്മാ ഇങ്ങനെ ബോറടിക്കണ. അല്ല, ഒരു കാര്യം അറിഞ്ഞായിരുന്നു. എന്ത് കാര്യം? ഇപ്പോൾ ഒരു പണി എടുക്കാറില്ല. അതെനിക്ക് വയ്യാത്തോണ്ടാ. എന്നെങ്കിലും കണ്ട നല്ലോണം ഇരിക്കുന്ന ദിവസം ഉണ്ടാവോ? ഉണ്ടാവും. ഉണ്ടായിരുന്നാ മതി. ഇപ്പം എന്നെ കുറിച്ചുള്ള പരാതി കേട്ട് കേട്ട് ഞാൻ മടുത്തിക്കുന്നേ. നീ കൂടത്തേ ഉള്ളു, കുറയൂല മോനെ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പരാതി. അതെ, നിങ്ങൾ എന്നെ എന്തിനാ കെട്ടിയത്, അതാ ഇതാ മറ്റേതെന്ന് പറഞ്ഞാൽ എൻ്റെ പരാതി. ശരിയൊന്നല്ലേ? എല്ലാ പരാതിക്കും ഞാൻ തന്നെ പരിഹാരം കാണണമല്ലേ? പിന്നെ നിങ്ങൾ തന്നെ കാണും. ഇങ്ങനെ പോയാൽ കുറേ കാണും ഞാൻ. എത്ര നാൾ കൊണ്ട് പറയേ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇന്നലെ ഈ പരാതിയും പരിഭവം എല്ലാം തീരുമോ? അതൊക്കെ മാറും. അതൊക്കെ എൻ്റെ തോന്നലാട്ടോ. ഇവിടെ വന്നാണ് പിന്നെ അതൊക്കെ ശരിയാ. അതെന്താ ഇവിടെ വന്നാ പിന്നെ പണിയൊന്നും എടുക്കണ്ട? ഇവിടെ വന്നാൽ ഒരു പണി കൊടുക്കണ്ടല്ലോ. അയ്യടാ, മനസ്സിൽ അതും ആലോചിച്ചിരിക്കല്ലേ? പണിയുടെ അല്ല കാക്കോയി. പിന്നെ നിങ്ങളെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാലോ. ഫോണിൽ കൂടി കാണണ്ടല്ലോ, അതുപോലെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും. ഫോണിൽ കൂടെ കാണുന്ന പോലെ ഇന്നലെ നേരിട്ട് കാണുമ്പോ. അപ്പൊ എന്താ നേരിട്ട് കാണുമ്പോ നമുക്ക് അവിടെയൊക്കെ കറങ്ങാൻ പോവാ. അത് കാണുമ്പോ ഉടനെ അങ്ങ് പോവും. പിന്നെ പോകത്തില്ലേ? പോവും ഓടും. പിന്നെ നിങ്ങളെ കണ്ടോണ്ടിരിക്കാം, കൊച്ചു കൊച്ചു വർത്താനങ്ങൾ പറയാൻ, തല്ലൂടാം. കൊച്ചു കൊച്ചു വർത്താനം ആയിക്കോട്ടെ. പിന്നെ നമുക്ക് തല്ലൂടാം. പിന്നെ പിണങ്ങാം. എന്നിട്ടൊന്നുമില്ല. നിങ്ങളല്ലാണ്ടേ ഒന്നേക്കും വേണ്ട. ഓക്കെ, കേൾക്കട്ടോ. എൻ്റെ മനസ്സിൽ ഇതിപ്പോ എനിക്ക് അറിയണ്ടേ. മനസ്സിലിരിപ്പാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടാ നോക്കിയേ? എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? ഒന്നും മറന്നിട്ടില്ല. അല്ല, തിരിച്ചു പോകുന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ തന്നെ നിങ്ങളോട്ട് തിരിച്ചു പോകത്തുള്ളൂ. എനിക്കത് തോന്നി. ഇതിന്റെ ഇടയ്ക്കൊന്നും ആ കാര്യം മിണ്ടിയിട്ടേ കയ്യെ. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് ഒറ്റക്ക് പോകാൻ പേടിയാ. എനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അവിടെ വരുമ്പോ. അതുകൊണ്ടല്ലേ ഈ എപ്പോഴും പരാതി പറയുമ്പോ ഞാൻ അതല്ലേ അങ്ങനെ പറയണേ? എന്താ അങ്ങനെ പറയണ? എനക്ക് ഇവിടെ വന്നാല് പിന്നെ ടൈം ഉണ്ടാവില്ല. എന്തിന്? എനിക്ക് ഫുൾ ടൈം ഉണ്ടാവും. എനക്കുണ്ടാവില്ലല്ലോ. അത് ഒരാഴ്ചക്ക് ലീവ് എടുക്കണേ. അയ്യടാ, ഇങ്ങോട്ട് വരെയില്ലാന്ന് വെച്ചാൽ ലീവ് എടുക്കേയില്ല. ഇത് എന്ത് മനുഷ്യനാന്ന് നോക്കിയേ. അപ്പൊ എനക്ക് ഞാൻ ലീവ് എടുക്കണം, എൻ്റെ കൂടെ ഇരിക്കണം, ഈയുമായിട്ട് സംസാരിക്കണം, അങ്ങനെയൊക്കെയാണ്. എൻ്റെ കൂടെ കറങ്ങണം. ഇതൊക്കെയല്ലേ എൻ്റെ മനസ്സിലിരിപ്പ്. എന്റെ മാത്രല്ല, എല്ലാ പെണ്ണുങ്ങളുടെ മനസ്സിലിരിപ്പ് ഇതായിരിക്കും. ഈ എല്ലാവരുടെ കാര്യം തിരക്കത്തില്ലല്ലോ. ഈ എൻ്റെ കാര്യം മാത്രം പറഞ്ഞപ്പോഴേ. അതിന്റെ കാര്യം ഇതാണ്. ഇത് സാധിച്ചു തരാൻ പറ്റും? സഹിച്ചു തരാൻ പറ്റുമായിരിക്കും. ആലോചിക്കേണ്ടി വരും അത്. എന്തിനിങ്ങനെ ആലോചിക്കണം? നിങ്ങൾ ആലോചിച്ച് കൂട്ടുമ്പോഴും കുറെയൊക്കെ മുടങ്ങണേ. ആലോചിക്കാതെ എന്തെങ്കിലും കാര്യം തീരുമാനിക്കോ? പിന്നെ കുറെ പ്ലാനിട്ട് ഒന്നും നടക്കത്തില്ല. നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ടല്ലേ നമ്മളെ കല്യാണം നടന്നത്. അത് കല്യാണല്ലേ? അതിനേക്കാളും വലുതൊന്നും അല്ലല്ലോ ഇത്. ആണോ? ഇത് അതിനെക്കാട്ടി വലുതാ. എനക്കങ്ങനെ തോന്നിയിട്ടില്ല. ഏറ്റവും നല്ല സമയം കല്യാണം. ശരിക്കും പറഞ്ഞാൽ അതൊന്നും അല്ലായിരുന്നു. സ്നേഹിച്ചടക്കുന്ന ടൈമായിരുന്നു നല്ലത്. അത് പിന്നെ പലതും തോന്നും. ആ ടൈമിൽ ഇങ്ങനൊന്നും പോണ്ടല്ലോ. അതാകുമ്പോ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയാൽ മാത്രം മതിയായിരുന്നു. വെറുതെ ആലോചിച്ചാൽ മതിയായിരുന്നു. ഒന്നിനെ കുറിച്ച് അറിയണ്ടയില്ലായിരുന്നു. എല്ലാം അറിയാൻ വേണം. എല്ലാ പരാതികളും പരിഭവങ്ങളും എന്നും കേട്ടോണ്ടേ ഇരിക്കണം. ലൈഫ് തീരുന്നത് വരെ അത് കേൾക്കുക തന്നെ വേണം. അല്ലാതെ വേറെ സൊല്യൂഷൻസ് ഒന്നും അവിടെ ഇല്ല. എൻ്റെ മുന്നിൽ പിന്നെ പിടിച്ചിരിക്കാനും പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത്. പരാതിക്ക് ഞാൻ തീർത്ത് തരാം. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഉറപ്പ് തന്നെ മാത്രം. ഇന്ന് രാവിലെ തൊട്ട് ഈ പരാതി പറയാൻ തുടങ്ങിയത്.
അതെല്ലാം കേട്ട് 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 ഞാൻ മടുത്തിരുന്നു. അതിൻ്റെ ഒപ്പം ആ വീട്ടിൽ നിന്ന് വിളിച്ച് പരാതി അടുത്ത എല്ലാം എൻ്റെ പരാതി തന്നെയാ. അത് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കണതാ. ഈ ഉണ്ടാക്കി അവിടെ ഇരുന്നോ, ഇനി ഞാൻ വിളിച്ച ഫോൺ എടുക്കുക. ഫോൺ എടുക്കൂല, ഇല്ല. ഞാൻ എന്റെ വീട്ടിൽ പോകും. ഷോ അങ്ങനെ പറയല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ, എൻ്റെ പൊന്നു വളല്ലേ. അങ്ങനെ വൈക്കുക. ഈയടെ